അപ്പോൾ ഗൈസ് ഇന്ന് ഞാനാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഇഞ്ചി വേണം, പിന്നെന്താ വെളുത്തുള്ളി, വലിയ ഉള്ളി വേണ്ട, ചെറിയ ഉള്ളി എടുക്കാം. മതി, എല്ലുള്ള പീസ് അതല്ലേ? എല്ലുള്ള പീസാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമുക്ക് എല്ലുള്ള പീസ് തപ്പ. കോഴിക്കാല് ബാക്കി കാല് ഇവിടെ ഇതിന്റെ തപ്പേണ്ടി വരും. ഇതാണ് തോന്നുന്നു ബാക്കി കാല്. എല്ലുള്ള പീസ് ഐ ലൈക്ക് വിങ്ഡ് പീസ്. വിങ്സ് ഐ ലൈക്ക് കോഴിക്കാൽ ഓൾസോ. രണ്ട് കാലം കിട്ടി. ഒരു കോഴിക്ക് എത്ര കാലം? ഒരു കോഴിക്ക് 2 കാലമുള്ളൂ. ശരിയല്ലേ? താത്ത കേട്ടിരുന്നതാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഓളാണ്ടായിരുന്നു. പണി ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. താത്ത ബാക്കി പിന്നെ അത് ബാക്കി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിനുള്ള എടുത്താൽ പോരെ. പാത്രം ചെറുതാണെന്നൊരു സംശയം, അതുകൊണ്ട് നമ്മൾ വലിയ പാത്രത്തേക്ക് മാറ്റേണ്ട കേട്ടോ. അത് കഴുകാനും സുഖം അങ്ങനെയാണ്, ഉണ്ടാക്കാനും സുഖം അങ്ങനെയാണ്. പറഞ്ഞോ. അപ്പം നമുക്ക് ഇഞ്ചിണ്ട്, വെളുത്തുള്ളി ഉണ്ട്, വല്യുള്ളി, ചെറിയ ഉള്ളി ഉണ്ട്, പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് ചതക്കുന്നുണ്ട് അവള്. മാറി നോക്കി ഞാനാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ. അപ്പോൾ ആള് മാറി. ഇവിടെ ഉണ്ടാക്കൽ ഇന്നൊന്നും തീരൂല എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ കൈകൾ വേണം എല്ലാത്തിനും പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. നല്ലോണം ചതച്ചൂട്. ഞാനാണ് ഇപ്പൊ കുളിച്ചു വന്നത്. ഇപ്പോഴാണ് ഓളിനെ കൊണ്ട് ഗൈസ് ഇവിടെ പണി ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ച് സൂപ്പർ ചിക്കൻസ് അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കണം. എല്ലാം അപ്പം ചെയ്ത് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഫ്രഷ് അല്ലറിയാം. അത് ചിക്കൻ ഫ്രൈ ഓൾ ഉണ്ടാക്കാന്നൊക്കെ പറയും, പക്ഷെ ഞാൻ അവിടെ ഉണ്ടാക്കണം. അപ്പൊ മനസ്സിലായില്ല. ഇത് റിയന്റെ ചിക്കൻ ഫ്രൈ, ലയാസ് ചിക്കൻ ഫ്രൈ ആണ്. ലയാസ് പറയുന്നില്ല നമ്മളത്. അത് ഓക്കെ. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോ ഞാനാ അഭിനയിച്ചിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. നേരത്തെ ഇത് ഉണ്ടാക്കാൻ നിന്ന സമയത്ത് വാങ്ങി കൊടുത്ത് പിന്നെ നമ്മളെ നിർത്തി വെച്ചതിന് ഞാനൊക്കെ ചെയ്യുന്നുണ്ടേ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് വലിയ എരിവും കളറൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്, കുറച്ച് കൂടുതലായിക്കോട്ടെ. സ്പൈസി മുളകും അല്ല, സ്പൈസി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലെ മെയിൻ ആൻഡ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ചേർക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നല്ല ടേസ്റ്റാണ്. എന്ത് വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകത്തിൻ്റെ പൊടിയാണത്. അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് കുരുമുളക് പൊടി. കുറച്ച് മതി, കുരുമുളക് പൊടി കുറച്ച് മതി, പക്ഷെ ടേസ്റ്റാണ് ചേർത്താൽ. കുറച്ച്, വളരെ കുറച്ച്. ചിക്കൻ മസാല, ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാലയും കുറച്ചൊരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടും, കുറച്ചുകൂടെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. എല്ലാ പൊടികളും ഇട്ടോക്കെ നമുക്ക് ടേസ്റ്റിലായി. ഉപ്പിട്ടാണ് മിക്സ് ചെയ്യാം. ഉപ്പിട്ടിട്ടില്ല ഞാൻ, നല്ല പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യും. കൈ നീറുണ്ടാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നെങ്കിൽ ഏത് ചിക്കൻ ഫ്രൈ ആയാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് മസാല കൂട്ടി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഓക്കെ. അതെ, ഇപ്പോൾ നമ്മൾ പാൻ വെച്ച് അതിന് എണ്ണ വെച്ച് കൊടുക്കട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യണമല്ലോ, അതിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മണ്ടപ്പോട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൽ കിട്ടും. 10 മിനിറ്റ് വെച്ച് നമ്മൾ ഞങ്ങൾ 10-15 മിനിറ്റ് വെച്ചു. അത് ഇഞ്ചിൻ്റെയാണ്. ഇഞ്ചി ചതച്ചല്ലേ. ഞാൻ വിചാരിച്ചു
ക്ലീൻ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഇഞ്ചിക്ക് വേണ്ട ഗൈസ്, കണ്ട ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാം ചതച്ചല്ലേ ഇട്ടോ, ഫ്രഷ് എനിക്ക് ഫ്രഷായി ഇഷ്ടം. ഏതാ ചിക്കൻ അത് വീർക്കണം കേട്ടോ. അതൊക്കെ ഉണ്ടോ ഇത് നോക്ക്, ഇതാളത് നോക്ക്. നിങ്ങളൊരു പൊട്ടത്തിയാണ് ഗൈസ്, മനസ്സിലായില്ല. ഉണ്ടോ ചിക്കൻ ഇതാളത് നോക്ക്. നമുക്കിത് ഒരു 5 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കട്ടെ. നമുക്ക് ഇപ്പൊ താത്താൻ്റെ ചിക്കൻ ഫ്രൈ അല്ല ഇപ്പം അങ്ങനെ ആയി. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. വല്ലാതെ ഒന്ന് മൂവ് ചെയ്യൊന്നും വേണ്ട. അടച്ച് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 5 ഇത് പറ്റില്ല കേട്ടോ. അടുത്ത ഇത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. കറക്റ്റ് 5 മിനിറ്റ് മൂടി വെക്കണം, എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടാം. ഇപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ട് വെച്ച് നമുക്കത് തുറന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ വെക്കാം. കാരണം ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടത്. ഇപ്പോൾ ചിക്കൻ കണ്ടോ, ഇങ്ങോട്ട് കാണിച്ചെടുക്കും. ചിക്കൻ കണ്ടോ ഇവിടെ സോഫ്റ്റായി ഏകദേശം വേവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈം ആകുമ്പോൾ തുറന്ന് വെച്ച് കഴിക്കണം. ഫുൾ ഫ്ലെയിമിൽ ഇടുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചെടുക്കും. ഓക്കെ, അപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. തിരിച്ചിടാനായി. കോഴിക്കിനെ പറ്റിയിട്ടില്ല തോന്നുന്നു. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ എല്ലാവരും. കണ്ടത് താത്ത് വരുമ്പോൾ കണ്ടോ ഈ ഒരു പരിവാവും. കരിഞ്ഞൊന്നും പോവില്ല. ഈ ട്രിക്ക് എല്ലാവരും ഫോളോ ചെയ്താൽ. ഫസ്റ്റത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടും അടച്ചു വെച്ച് കഴിക്കുക. പിന്നത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കരിയാത്ത നല്ല മൊരിഞ്ഞ വെന്ത് ചിക്കൻ തിന്നും. ആ ടേസ്റ്റ് ഒന്നും പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ മസാല ഫുള്ള് നമ്മൾ ഈ താഴെ ഒഴിച്ച എണ്ണയിലാവും. ഇതങ്ങനൊന്നുമില്ല, മസാല മൊത്തം ചിക്കനുമുണ്ട്. ഇങ്ങോട്ട് വെച്ചാൽ ചിക്കൻ ഇപ്പം തന്നെ പറഞ്ഞു കുത്തി വെക്കും ഇതിൻ്റെ ഇടയിൽ. ഇല്ല, നിങ്ങളിങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറിയല്ല, ഫ്രൈ ആണ്. നോക്കി പറയും. ഇതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. ഓ ഒരു തെറ്റ് വന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ റെഡിയായി. അതാ അതെ, ഞാൻ ഉണ്ടാക്കിയത് തന്നെ. വാവ്. ഇവിടെ എന്തുണ്ടാക്കുന്നു? ഇവിടെ ഞാൻ താളി സൂപ്പ്, മെച്ചിൻ്റെ സൂപ്പാണ്. അല്ല താളി. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. താളിപ്പ് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കും. ആ സെയിം സാധനം തന്നെയാണ്. ഉമ്മ ഇന്നലെ മുരിങ്ങ വെച്ചുണ്ടാക്കി, ഞാൻ ഇന്ന് തക്കാളി കൊണ്ട് താളിപ്പ് ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. എൻ്റെത് ഇൻസ്റ്റൻ്റ് ആണ്. കുറേ ചിന്തിക്കാനൊന്നുമില്ല. എല്ലാം അരിഞ്ഞിടുന്നു, മിക്സ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. പെട്ടെന്നാണ് അടുത്ത്. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തുറന്ന് കാണിച്ചു കൊടുത്തു ഗൈസ്. കണ്ടോ നോക്കൂ, തുറന്ന് കാണിച്ചു നോക്കി. എന്നിട്ട് ഇങ്ങനെ വരായോ. അപ്പം ബൈ. ഇത്ര ഉള്ള വീഡിയോ. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവളെ അതേപോലെ ഞങ്ങളെ കൂടുതൽ നോളത്തരത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.